ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. പക്ഷെ കൊടിക്കുന്നിൽ നിന്നൊരു നഷ്ടമില്ല കേട്ടോ. MP എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിൻ്റെ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു. ഇപ്പോഴത്തെ ഒരവസ്ഥ, എൻ്റെയൊക്കെ ഒരവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശിൽ നിന്ന് എടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം, സർക്കാരിന് ടിക്കറ്റ് ഉണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് സിദ്ദീഖ് MLA ആണ്, അവർക്കൊന്നൊരു കുഴപ്പമില്ല. ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. അപ്പം നല്ലൊരു ടീമാണ്. ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും, സംശയമൊന്നും വേണ്ട. പിന്നെ സണ്ണി ജോസഫ്, ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ DCC പ്രസിഡന്റാക്കി വെക്കുന്നത്. കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരനായതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു, ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി. കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ആരാ പറ്റുക. എന്താ സണ്ണി തന്നെ, എന്നോട് സംശയം എന്താ, പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാണ്ടോ. നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വന്നത്. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം PCC പ്രസിഡന്റ് ആയിരുന്നു, MLA ആയിരുന്നു. ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകരുത്. സണ്ണിയുടെ കാര്യവും നോക്കണം, കേരളത്തിലെ UDFന്റെ കാര്യവും നോക്കണം. അങ്ങനെ പോകാൻ കഴിയട്ടെ. അടൂർ പ്രകാശിനെ കുറിച്ച് ഞാൻ പറയണ്ട. പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക. പിന്നെ MMSനെ കുറിച്ച് പറയുന്നു. MMS സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നത്, കഴിഞ്ഞ തവണ 20ൽ 18 കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ്, അദ്ദേഹം നിശബ്ദനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം. പിന്നെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് 90% അദ്ദേഹം നടന്നു. 10% നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും. പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ്. അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.